നമസ്കാരം. ഇസ്രായേൽ രാജ്യത്തിലെ പ്രവാചകനായിരുന്ന ശൗമേലിൻ്റെ അടുക്കൽ ഒരിക്കൽ ഇസ്രായേലിലെ പ്രധാനികളായിട്ടുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നിന്റെ മക്കൾ പിഴച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുവാനായി ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരണം. നിന്റെ മക്കൾ പിഴച്ചു പോയിരിക്കുന്നു, അവർക്ക് നമ്മുടെ രാജ്യം ഭരിക്കുവാനുള്ള യാതൊരുവിധമായിട്ടുള്ള താല്പര്യവുമില്ല, അവരുടെ തൻ്റെ ഇഷ്ടത്തിന് അവർ പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യം ഭരിക്കുവാനായി ഒരു രാജാവിനെ തരണം. എന്നാൽ ശൗമേലിനിത് അനിഷ്ടമായി. ശൗമേൽ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഭരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഒരു രാജാവിനെ അന്വേഷിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ അവർക്കൊരു രാജാവിനെ കണ്ടുപിടിക്കണം. ഇതും നമ്മളുടെ ആധുനിക കാലത്തെ രാഷ്ട്രതന്ത്രവുമായിട്ട് വളരെ അടുപ്പമുണ്ട്, വളരെ സാമ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിയന്ത്രണങ്ങളും സാമൂഹ്യ അവസ്ഥകളും വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവിടെ സംഭവിച്ച ഇസ്രായേലിൻ്റെ അതേ അവസ്ഥ തന്നെയാണ്. ജനങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ, സാമ്പത്തികവുമായിട്ടും സാമൂഹികമായിട്ടും നിയന്ത്രണമില്ലാതെ, സാമ്പത്തികമുള്ളവർ അവർക്ക് തോന്നുന്ന രീതിയിലും, സാമ്പത്തികമില്ലാത്ത കഷ്ടപ്പെടുന്ന ജനത വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ നാട്ടിലൊരു ഭരണമില്ല, നിയന്ത്രണമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് തങ്ങളുടെ വ്യവസ്ഥകളെ, കിട്ടിയിരിക്കുന്ന രാഷ്ട്രീയ സ്ഥാനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള, നിയന്ത്രിക്കുവാനുള്ള കഴിവില്ലാതെ പോയി എന്നുള്ളതാണ്. ഈ ഒരവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്ന ശിഥിലീകരണം 70 വർഷത്തിന് ശേഷം പോലും സാമ്പത്തികമായിട്ട് ഉപരിപ്ലവങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഉള്ളവൻ്റെ കയ്യിൽ കൂടുതൽ സാമ്പത്തികവും ഇല്ലാത്തവൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ. താഴേക്കിടയിൽ തൊഴിലോ, താഴേക്കിടയിൽ വിദ്യാഭ്യാസമോ, കുറഞ്ഞ വരുമാനമുള്ളവൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള കുറഞ്ഞ അടിത്തറയുള്ളവൻ്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുകയോ ചെയ്യുന്നില്ല. കോരന് പിന്നെയും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ഭരണം യഥാർത്ഥമായിട്ടുള്ള രീതിയിലല്ല എന്നുള്ളതാണ്. ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാലും ഈ സംഗതി മാറുവാൻ എന്ന് സാധിക്കും. ശക്തമായിട്ടുള്ളൊരു ഭരണാധികാരിയെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. പലപ്പോഴും പല ഭരണാധികാരികളും വലിയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും ജനങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്നുള്ള ഉദ്ദേശത്തിൽ ജനങ്ങൾ അവരെ ഭരണാധികാരികളാക്കി മാറ്റുകയും ചെയ്യുമെന്നാൽ ഭരണത്തിലെത്തിക്കഴിയുമ്പോൾ അവർ തങ്ങളുടെ നില മറക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ധനാഢ്യർ നൽകുന്നതായിട്ടുള്ള സമ്മാനങ്ങളിൽ മതിമറന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന രാജ്യദ്രോഹികളായിത്തീരുന്നു. ഇതാണ് ഈ 60 വർഷമായിട്ട് 70 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ രാജ്യം മെച്ചപ്പെടുകയില്ല. മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഭാരതീയർ സ്വതവേ ശാന്തശീലരാണ്. അതുകൊണ്ട് തന്നെ ഒരു വിപ്ലവം ഉണ്ടാകുവാനുള്ള യാതൊരു സാധ്യതകളും ഭാരതത്തിൽ കാണുന്നില്ല. കഴിഞ്ഞ 500 വർഷത്തെ പാരമ്പര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയോ മുഗളന്മാർക്കെതിരെയോ ഇന്ത്യയിലെ ഭരണവർഗങ്ങൾക്കെതിരെയോ ഒന്ന് സംസാരിക്കുവാനുള്ള തൻ്റെ ഇടമോ അതിനുള്ള ചിന്താശക്തിയോ താഴേക്കിടയിലുള്ള സാധാരണക്കാർക്ക് ലഭിച്ചിട്ടില്ല. അടിച്ചമർത്തലിൻ്റെയും ഭീതിയുടെയും മേളിൽ അവർ അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വർഗത്തിനോ അവരെ ഭരിക്കുന്നവർക്കോ എത്ര കാലം വേണമെങ്കിലും
അവരെ പറ്റിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കും. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. താഴെക്കിടയിലുള്ള തൊഴിലാളി വർഗം ഏതെങ്കിലും രീതിയിൽ മുൻപോട്ട് വരികയും അവരുടെ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള വിപ്ലവങ്ങൾ അവർ സംഘടിപ്പിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രാജ്യങ്ങളുടെയൊക്കെയും ഉയർത്തെഴുന്നേൽപ്പിന് കാരണം അതൊക്കെ തന്നെയാണ്. സാമ്പത്തിക വർഗവും കൂടുതൽ കരുണയുള്ളവരായിട്ട് സാമൂഹിക സേവനങ്ങളിലും തൊഴിൽ സൃഷ്ടിക്കുന്നതിലും കൂടി തങ്ങളുടെ ചുറ്റുപാടുമുള്ള സാമ്പത്തികമില്ലാത്തവരെയും പരിഗണിക്കുന്നതും നമുക്ക് കാണാം. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. സാമ്പത്തികമുള്ളവർ സുഖകരമായിട്ട് ജീവിക്കുമ്പോൾ സാമ്പത്തികമില്ലാത്തവരെ അവർ പരിഗണിക്കാറില്ല. ദരിദ്ര വിഭാഗങ്ങൾ ഒരിക്കലും സംഘടിക്കാറോ തൊഴിലാളികൾ സംഘടിച്ച് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയല്ലാതെ സമൂഹത്തിന് എല്ലാവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ ഭരണത്തെ മാറ്റിയെടുക്കുന്നതിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇത് ചിന്തിക്കുവാനുള്ള ഒരു വലിയ സമയമാണ്. നമുക്ക് നല്ലൊരു രാജാവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മളെ നേർദിശയിൽ നയിക്കുവാൻ. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ചിന്തകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.